ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ഡോണറ്റ് ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ളൊരു ബണ്ണാണിത്. അതുമാത്രമല്ല, ഈ ഒരു ബണ്ണുണ്ടാക്കാൻ നമുക്ക് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല സോഫ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണിത്. നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണാണ്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ബണ്ണുണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ ബേസ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക, അതിലോട്ട് ഒരു എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുക. പിന്നെ നിങ്ങൾ എഗ്ഗ് എടുക്കുമ്പോൾ തണുപ്പില്ലാത്ത എഗ്ഗ് വേണം എടുക്കാൻ. അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കുന്ന ടൈമിൽ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം മുമ്പേ പുറത്ത് വെക്കുക, എന്നിട്ട് വേണം കേട്ടോ എടുക്കാൻ. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, പിന്നെ നമ്മൾ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിലോട്ട് 1 ടീസ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാകുമ്പോൾ ബട്ടർ പെട്ടെന്ന് നമുക്ക് മെൽറ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. പിന്നെ നിങ്ങൾ ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള പാൽ വേണമെങ്കിൽ എടുക്കാം. ഇനി നമ്മൾ ഈ ഒരു എഗ്ഗിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ പഞ്ചസാരയും അതുപോലെ എന്താ പറയുക, ഈ ബട്ടറും എല്ലാം കൂടെ അങ്ങ് സെറ്റായി വരുന്ന വരെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മൈദ ഒക്കെ അളന്നെടുക്കുന്ന ടൈമിൽ അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ലെവലാക്കിയിട്ട് വേണം കേട്ടോ അളന്നെടുക്കാൻ. അപ്പോഴേ നമുക്ക് കറക്റ്റ് ആ ഒരു അളവൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പം മിക്സ് ചെയ്തപ്പം കുറച്ച് ലൂസായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ 1/2 കപ്പ് മൈദയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് മൊത്തമായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിലുള്ള ആ വെള്ളത്തിൻ്റെ ഒരു അളവ് നോക്കിയിട്ട് ഇതുപോലെ ഒരു 3 തവണയൊക്കെ ആക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് മൈദയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മൈദയ്ക്ക് അനുസരിച്ചിട്ടുള്ള മെഷർമെൻറ്റിലാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ മൈദയുടെ അളവൊക്കെ കൂട്ടിയിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ബണ്ണ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും അളവ് കറക്റ്റായിട്ട് എടുത്താൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് റെഡിയായി കിട്ടുള്ളൂ. പിന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ കയ്യിലൊക്കെ ഒട്ടി പിടിക്കാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. നല്ല രീതിയിൽ കുഴച്ചെടുത്താൽ മാത്രമേ നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ആ ഒരു ടൈമിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. ചുരുങ്ങിയത് ഒരു 1.5 മണിക്കൂർ, മാക്സിമം ഒരു 3 മണിക്കൂറെങ്കിലും നിങ്ങളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ മാക്സിമം ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി കിട്ടും. പക്ഷേ വേറെ സ്ഥലങ്ങളിൽ, തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോൾ കുറച്ചധികം ടൈം തന്നെ വെക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ ഈ ഒരു ഡോ നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ. ഇനി നമുക്കിതൊരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ബണ്ണിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ബണ്ണിൽ ഏത് ഫില്ലിങ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ വെള്ളത്തിന് മുകളിലോട്ട് ഒരു ബൗളിൽ, ഒരു ഗ്ലാസ് ബൗളിൽ കുറച്ച് പാലും അതുപോലെ കുറച്ച് ബട്ടറും 2 പീസ് ഡാർക്ക് ചോക്ലേറ്റും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പം ഒരിക്കലും തിളച്ച വെള്ളത്തിൽ ഗ്ലാസ് ബൗൾ ഇറക്കി വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കറക്റ്റായിട്ട് മെൽറ്റായി കിട്ടില്ല, നമുക്ക് അവിടെ കട്ട പിടിച്ചിരിക്കും. ഇതുപോലെ വെള്ളം തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ എടുത്തിട്ടുള്ള ക്വാണ്ടിറ്റി കുറച്ച് കൂടി പോയിട്ടുണ്ട് കേട്ടോ. അത് സാരല്ലേ, നമുക്കിത് വെച്ച് വേറൊരു റെസിപ്പിയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തതായിട്ടൊരു പാത്രം എടുക്കുക, അതിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. പിന്നെ വിപ്പിംഗ് ക്രീമിൻ്റെ അളവ് എന്നോട് കാണിക്കാൻ വേണ്ടി വിട്ടുപോയി. ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ബണ്ണിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് നിങ്ങൾ വിപ്പിംഗ് ക്രീമൊക്കെ ചേർത്താൽ മതി. ഇനി നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ചോക്ലേറ്റിൻ്റെ സിറപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ഇതിൻ്റെ ഫില്ലിങ്ങിന് നിങ്ങൾക്ക് ഈ ഒരു ക്രീം അല്ലാണ്ട് ബട്ടർ ക്രീമും ചെയ്യാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. ബട്ടർ ക്രീം വെച്ച് ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനേക്കാളും കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ബട്ടർ ക്രീം വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും.
നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ബട്ടർ ക്രീമൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമിൽ ഈ ഒരു ബണ്ണ് ബട്ടർ ക്രീം വെച്ച് ചെയ്തപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. പക്ഷേ ഞാനത് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉള്ളതുകൊണ്ട് അത് വെച്ച് ചെയ്യാമെന്ന് കരുതിയതാണ് കേട്ടോ. അപ്പോൾ ഈ ബട്ടർ ക്രീം എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഒരു 1/4 കപ്പ് ബട്ടറും അതുപോലെ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാല് ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1/4 കപ്പ് മൊത്തമായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ ചേർത്ത് ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്നവരെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ ക്രീം റെഡി ആയി കിട്ടും. എന്നിട്ട് ആ ഒരു ക്രീം വെച്ചിട്ട് നമുക്ക് ബണ്ണ് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 1.5 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ഡോ ഒക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് പാത്രത്തിൽ നിന്ന് എടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഡോ ഇരിക്കുന്നത്. ഇനി ഇത് പാത്രത്തിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഇത് കുഴച്ചെടുക്കാം. നമ്മൾ എത്രത്തോളം കുഴയ്ക്കുന്നോ അത്രത്തോളം നമ്മുടെ ബണ്ണും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പം ഞാനിത് നല്ലോണം അങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ഇതാ ഇത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈക്വലായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ 6 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇനി ഇതൊന്ന് നമുക്ക് ബോൾ ഷേപ്പ് ആക്കി കൊടുക്കണം. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ആക്കുന്നുണ്ട്. പിന്നെ ഷേപ്പ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മോൾ ഭാഗം മാത്രം ഷേപ്പ് ആക്കിയാൽ പോരാ, താഴ്ഭാഗം ഇതുപോലെ ഒന്ന് പിൻ ചെയ്തിട്ട് വേണം കേട്ടോ ഷേപ്പ് ആക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്രാക്സ് വീഴും. ക്രാക്സ് വീണാൽ പിന്നെ നമ്മുടെ ബണ്ണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. പെട്ടെന്ന് ഓയിലൊക്കെ കയറി അത് ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഷേപ്പ് ചെയ്യുമ്പം എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, മോൾ ഭാഗവും താഴ്ഭാഗവും ഒന്നും ഒട്ടും തന്നെ ക്രാക്സ് ഒന്നും വീണിട്ടില്ല. എന്നിട്ടൊരു പ്ലേറ്റ് എടുക്കുക. പ്ലേറ്റിൻ്റെ എല്ലാ ഭാഗത്തും മൈദ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഡോ ഇതിലോട്ട് വെച്ചിട്ട് നല്ലോണം ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഇത് നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ചേർത്തിട്ടുള്ള ചോക്ലേറ്റ് ബാക്കി വന്നപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഒന്നുമില്ല, ഇതിൽ നമ്മൾ കുറച്ച് മൈദയും അതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും ഉപ്പും മാത്രം ചേർത്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തതാണ്. മഴ കാരണം നമ്മുടെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പവർ കട്ടാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഇതാ 1/2 മണിക്കൂറിന് ശേഷം നമ്മുടെ ബണ്ണൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയ ഓയിലിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുക. ഞാനിത് എടുത്ത് പറയാൻ കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഓയിൽ ചൂടാക്കിയിട്ട് ബണ്ണ് ചേർക്കാന്നുണ്ടെങ്കിൽ ബണ്ണിൻ്റെ പുറം ഭാഗം മാത്രം കളർ മാറുള്ളൂ, അതിൻ്റെ ഉൾഭാഗം ഒരിക്കലും വേവില്ല കേട്ടോ. നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ ഇതുപോലെ സ്ലോ കുക്ക് ചെയ്തെടുക്കുക. അപ്പം ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് എനിക്ക് 6 ബണ്ണാണ് കേട്ടോ റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ട്രേയിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ബണ്ണിൻ്റെ മോഡൽ കോട്ടിങ്ങിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചതും പാൽപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. പക്ഷേ ഞാൻ അതിലിട്ട് കോട്ട് ചെയ്തെടുക്കുന്നൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ നമ്മുടെ ബണ്ണ് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്നും. ഇനി ഈ ഒരു ബണ്ണിൽ ഫില്ലിങ് വെക്കാനായിട്ട് നമുക്കൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊരു കത്തി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ ഹോളാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബട്ടർ ക്രീം വെച്ചിട്ടും ഈ ഒരു ഫില്ലിങ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ന്യൂട്ടെല്ല വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സിമ്പിളാവുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബണ്ണിൻ്റെ അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ ഒരു ബണ്ണ് ഞാൻ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗം എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബണ്ണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് സ്നാക്സ് ഒക്കെ കൊടുത്ത് വിടുമ്പം ഇതുപോലൊരു ബണ്ണ് റെഡിയാക്കിയിട്ട് കുറച്ച് ജാമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ.